മത്സ്യബന്ധനത്തിനിടെ വള്ളം തകർന്ന് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ തമിഴ്നാട് തേങ്ങാപട്ടണത്തു നിന്നും രക്ഷിച്ചു. മത്സ്യബന്ധനത്തിനായി തിരിച്ച തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. തുടർന്ന് വിഴിഞ്ഞം കോസ്റ്റൽ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. കോസ്റ്റൽ പോലീസാണ് രക്ഷപ്പെടുത്തിയത്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളുമായി ഷീജ കൂടി ചേരുന്നു. ഷീജ, കടൽ വളരെ പ്രക്ഷുബ്ധമാണ്. തീരപ്രദേശങ്ങളിലുള്ളവർക്ക് തന്നെ വലിയ ദുരിതം. പ്രത്യേകിച്ച് ഇപ്പോൾ കടലിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തിയെന്ന ആശ്വാസം കൂടി ഈ ഘട്ടത്തിൽ നമുക്കറിയാനാകുന്നുണ്ട്. എങ്ങനെയാണ് ഇവരുടെ രക്ഷാപ്രവർത്തനം സാധ്യമായത്? മറ്റു വിവരങ്ങളിലേക്ക് കൂടി ഒന്ന് പോയാൽ ഷീജ. മത്സ്യബന്ധനത്തിനിടെയാണ് ഈ ഒരു വള്ളം തകർത്തിരിക്കുന്നത്. അതായത് തമിഴ്നാട് തേങ്ങാപട്ടണത്തിൽ നിന്ന് മത്സ്യബന്ധനത്തിനായി തിരിച്ച മത്സ്യത്തൊഴിലാളികളായിരുന്നു ഈ ഒരു അപകടത്തിൽപ്പെട്ടത്. അപകട വിവരം ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് വിഴിഞ്ഞം കോസ്റ്റൽ പോലീസ് ഇതിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. അതിൽ വള്ളത്തെ കെട്ടി കരയിലേക്ക് അടുപ്പിച്ച് ഏകദേശം 17 അടുപ്പിച്ചാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയിരിക്കുന്നത്. 17 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായി എന്നുള്ളതാണ് ഇവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും മത്സ്യത്തൊഴിലാളികൾ തമിഴ്നാട്ടിൽ നിന്നുള്ള 7 പേരാണ് ഉണ്ടായിരുന്നത്. ഇവരെ 7 പേരെയും ഇപ്പോൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിഴിഞ്ഞം പോലീസിൽ നിന്നും കോസ്റ്റൽ പോലീസിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ തകർന്ന വള്ളം അത് കരയ്ക്കടുപ്പിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെയാണ് എല്ലാ മത്സ്യത്തൊഴിലാളികളെയും സുരക്ഷിതരായി രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വിഴിഞ്ഞം കോസ്റ്റൽ പോലീസ് അറിയിക്കുന്നത്. ശരി, ഷീജയാണ് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയതിൻ്റെ വിവരങ്ങൾ നൽകിയത്. മത്സ്യബന്ധനത്തിനായി പോയ മത്സ്യത്തൊഴിലാളികളെയാണ് കടലിൽ കുടുങ്ങിയൊരു സാഹചര്യമുണ്ടായത്. ആ ഘട്ടത്തിലാണ് വിഴിഞ്ഞം കോസ്റ്റൽ പോലീസ് ഇടപെട്ട് അവരെ രക്ഷപ്പെടുത്തിയത്. ഇതിൻ്റെ വിവരങ്ങളാണ് ഷീജ നൽകിയത്.